कितना 175. 1 minute. ₹175. ₹175 ഇവിടുന്ന് ഞാൻ വന്ന ഭാഗത്തു നിന്നാണ്, ആഗ്ര എന്നല്ല, ലക്നൗവിലേക്ക് പോകാൻ. ഗോളിയോറിലെ മുറിയിൽ നിന്ന് വെക്കറ്റ് ചെയ്ത് ഇറങ്ങി. സമയം 8 മണിയായി. ഇന്ന് നേരെ പിടിക്കാൻ ഉദ്ദേശിക്കുന്നത് ലക്നൗ ആണ്. ഇന്നത്തെ ദിവസത്തിന് ഇവിടെ പ്രത്യേകത ഉണ്ട്. ഇവിടെ നിന്നല്ല, മൊത്തം ഇന്ത്യയിലൊരു സുപ്രധാനമായൊരു ദിവസമാണിത്. അയോധ്യ കേസിൻ്റെ അന്തിമവിധി വരുന്ന ദിവസമാണ്. ഞാനാണെങ്കിൽ കറങ്ങിത്തിരിഞ്ഞ് കറക്റ്റ് ഇതേ ദിവസം തന്നെ യു പിയിൽ എത്തുകയും ചെയ്തു. ഇപ്പോൾ യു പിയിലല്ല, മധ്യപ്രദേശിലാണ്. യു പിൻ്റെ അതിർത്തി ഭാഗത്തിനുള്ള ഭാഗങ്ങളിലാണ്. കുഴപ്പമൊന്നുമില്ല. ഈ ഒരു സന്ദർഭത്തിൽ ഇന്ത്യയിൽ എവിടെ നിന്നാലും പ്രശ്നങ്ങൾ ഉണ്ടാവാൻ എവിടെയെന്ന് പറയാൻ പറ്റില്ല. ഉത്തർപ്രദേശിൽ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാവണമെന്നില്ല, എവിടെ ഉണ്ടാവാം. നാളെ ഗോരഖ്പൂർ വഴി നേപ്പാളിലേക്ക് കയറുള്ള പരിപാടിയാണ്. അതായത് ലക്നൗവിൽ നിന്ന് ഗോരഖ്പൂർ, അയോധ്യൻ്റെ ഒക്കെ ഭാഗത്തു കൂടെയാണ് പോകാനുള്ളത്. പിന്നെന്തായാലും ലക്നൗവിലെത്തി അറിയാം അവസ്ഥ. ഇപ്പോൾ ഇവിടെ ഈ ഭാഗത്തൊക്കെ കരിമ്പ് വിളവെടുക്കുന്ന സമയമാണ്. കരിമ്പ് വിളവെടുത്തിട്ട് ഇവിടെ വഴിയരികിലൊക്കെ വെക്കാൻ വെച്ചാൽ കാണാം. പലരും സൈക്കിളിലൊക്കെ സൈക്കിൾ കൊണ്ടുപോകണ്ടില്ല, കരിമ്പാണ്. സൈക്കിളിൽ കെട്ടിക്കൊണ്ടു കാണാം. ആൾക്കാർ കടിച്ച് തിന്നു പോകുന്നത് കാണാം. വഴിയരികിലൊക്കെ മിക്ക സ്ഥലത്തും കരിമ്പ് വിൽക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ പാടങ്ങളിലൊക്കെ കരിമ്പ് കൊയ്ത്ത് കഴിഞ്ഞിട്ട് വിളവെടുത്ത് പാകമുണ്ട്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും അധികം കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. അപ്പോൾ നമ്മൾ ഉത്തർപ്രദേശിൻ്റെ മധ്യപ്രദേശിൻ്റെ ബോർഡർ പ്ലേസിലാണ്. ഈ റോഡ് കുറച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ നേരെ ഉത്തർപ്രദേശിലേക്ക് പ്രവേശിക്കും. ഇവിടെ കഴിക്കാനൊന്നുമില്ല, ചായ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇനി അടുത്ത സ്ഥലം ലക്ഷ്യമാക്കി നീങ്ങാം. ഇതിന് പുറകിൽ നല്ല നെൽപ്പാടങ്ങളുണ്ട് കേട്ടോ. ഇതാകാണ്ടൊക്കെ നെൽപ്പാടങ്ങളാണ്. കൊയ്ത്ത് കഴിഞ്ഞിട്ട് ഇവിടെ കൊയ്യാൻ ബാക്കി വെച്ച നെൽപ്പാടങ്ങളാണ് ഈ വലത് ഭാഗത്തുള്ളത്. എന്തായാലും പോവാം. ഇവിടുന്ന് എന്തെങ്കിലും കിട്ടാൻ സാധ്യതയുണ്ട്. കർഷകർക്ക് തണൽ ഇതുപോലത്തെ ഗ്യാപ്പിൽ അഡ്ജസ്റ്റ് ചെയ്യാം. സെറ്റ്. മൺകോപ്പയിലുള്ള ചായയാണ്. നല്ല രുചിയുള്ള ചായ കേട്ടോ, നല്ല സ്പൈസി ആയിട്ടുള്ള ചായ.
ഞാൻ ഇവിടുത്തെ ഒരു ആലു പൊറോട്ട കഴിച്ചു. 50 രൂപ ആലു പൊറോട്ട. കുഴപ്പമില്ല, കുഴപ്പമില്ല. ചായ അടിപൊളിയാണ്, ഒന്നും പറയാനില്ല. ഇത് മധ്യപ്രദേശിലെ ബീണ്ട് എന്ന് പറയുന്നൊരു പട്ടണമാണ്. ഗ്രാമങ്ങളിലൂടെ പോണ, അതായത് നെൽപ്പാടങ്ങളുടെ ഇടയിലൊക്കെ പോണ റോഡ് ഇതുപോലത്തെ ചെറിയ പട്ടണങ്ങളിലേക്ക് ഇടയ്ക്കെത്തും. ഗ്രാമപ്രദേശങ്ങളിൽ നിന്ന് മാറിയിട്ട് ഇപ്പോൾ പട്ടണത്തിലെത്തിയിട്ടുണ്ട്. ഇതുവഴി ഇനി എക്സ്പ്രസ് ഹൈവേ ടച്ച് ചെയ്യും. ഈ റോഡ് നേരെ പോയി എക്സ്പ്രസ് ഹൈവേ ടച്ച് ചെയ്യും. ആ എക്സ്പ്രസ് ഹൈവേ നേരെ ലക്നോയ്ക്കുള്ളതാണ്. ഇന്ന് അയോധ്യ വിധി വരുന്നതുകൊണ്ട് ഈ ഭാഗത്തൊക്കെ നിരോധനാജ്ഞ ഉണ്ട്. ഉത്തർപ്രദേശ് മൊത്തത്തിൽ നിരോധനാജ്ഞ ഉണ്ട്. പോലീസുകാരൊക്കെ കടകളൊക്കെ അടപ്പിക്കുന്നുണ്ട്. ഞാനെന്തായാലും യാത്ര തുടരന്നെ, എന്ത് ചെയ്യാം. आगरा लखनऊ एक्सप्रेसवे. लखनऊ नहीं KL 55 U3282 हाँ 55U हाँ 55U फिर उसके बाद 3282 हाँ कितना 175 1 मिनट. ₹175. ₹175 ഇവിടുന്ന് ഞാൻ വന്ന ഭാഗത്തു നിന്നാണ്, ആഗ്ര എന്നല്ല, ലക്നൗവിലേക്ക് പോകാൻ. आपका सब कुछ रहता है, खाना पीना इसी पे रहता है. हाँ खाना पीना लगता है. बाइक फ्री नहीं एक्सरसाइज में, बाइक फ्री नहीं. नो बाइक ट्रैक्टर कोई भी हाँ ट्रैक्टर भी नहीं, किसानों का वो भी नहीं है ट्रैक्टर. फ्री है नो नहीं, ये बिजनेस है, एक्सप्रेस है. एक्सप्रेस वे है. ഇവിടുന്ന് ഇനി 64 കിലോമീറ്റർ കഴിഞ്ഞിട്ട് എക്സിറ്റ് ഉള്ളൂ. അതുവരെ അടച്ചു കെട്ടിയ റോഡാണ്.
എങ്ങോട്ടും തിരിയാൻ പറ്റില്ല, സ്ട്രൈറ്റ് ഒറ്റപ്പെടുത്തും. ഇടയ്ക്ക് 50-60 കിലോമീറ്റർ കൂടുമ്പോൾ ഓരോ പബ്ലിക് കൺവീനിയൻസ് പ്ലേസ് ഉണ്ടാവും. അവിടെ ഹോട്ടൽ, പെട്രോൾ പമ്പ്, ചെറിയ ഷോപ്പിംഗ് സംഭവങ്ങളൊക്കെ കിട്ടും. പെട്ടെന്ന് എത്താം, സമയം കുറേ ലാഭിക്കാം, അത്ര തന്നെ ഉള്ളൂ. ഇടത് ഭാഗത്തുള്ള പാടങ്ങളിൽ കർഷകരൊക്കെ ഉണ്ട്, ട്രാക്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട്, സെറ്റപ്പാണ്. ലോറിയിൽ എന്താ ഉള്ളി, സവാള നിറച്ച ലോറിയാണ് പോകുന്നത്. ലക്നൗവിലേക്ക് ഇവിടുന്ന് 202 കിലോമീറ്റർ ഉണ്ട്. റോഡ് പൊളി റോഡ് തന്നെ കേട്ടോ, സെറ്റ് റോഡാണ്. പക്ഷെ ഒരു ഗ്രാമത്തെ കീറി മുറിച്ച് കടന്നു പോകുന്നതിലൊരു വിഷമം. മുമ്പ് ഇത് ഒന്നായി കിടന്നിരുന്ന ഗ്രാമമായിരുന്നു. ഇപ്പോൾ ഇടത് വശത്തുള്ള ആൾക്കാർക്ക് വലതുവശത്തേക്ക് പോകാനൊക്കെ അത്ര വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. അവരൊന്നുള്ള ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ വളരെ വർച്ചതായിരിക്കും. ഇപ്പോൾ അവർ കുറച്ചധികം ബുദ്ധിമുട്ടുണ്ടാവും. ഈ കനത്ത വെയിലിൽ എക്സ്പ്രസ് ഹൈവേയിൽ എവിടെയെങ്കിലൊക്കെ ഒന്ന് സൈഡാക്കി വിശ്രമിക്കണമെങ്കിൽ എവിടെയും തണലില്ല. ഈ വെയിലത്തന്നെ നിന്ന് വിശ്രമിക്കേണ്ടി വരും. ഇടത് ഭാഗത്തുള്ള കൃഷിപ്പാടത്തിൻ്റെ ഇടയിലൊക്കെ നല്ല മരങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ അങ്ങോട്ട് പോകാൻ കഴിയണില്ല. ഇതൊരു എമർജൻസി പാർക്കിംഗ് ഏരിയയാണ്. കുറച്ച് നേരം വണ്ടിക്ക് വിശ്രമം കൊടുക്കട്ടെ. ഇവിടുത്തെ വിശ്രമമൊന്നും ഒരു വിശ്രമമാകുന്നില്ല, നല്ല വെയിലാണ്. വെയിലിപ്പോൾ എന്ത് വിശ്രമിക്കാനാ. എന്തായാലും വെള്ളം കുടിച്ച് കുറച്ച് നേരം വണ്ടിയൊക്കെ റെസ്റ്റ് കൊടുത്തു. ഇനി എന്തായാലും പോവാം. ഇവിടുന്ന് 160 കിലോമീറ്ററുണ്ട് ലക്നൗവിലേക്ക്. ഇനി എക്സ്പ്രസ് ഹൈവേ കൊണ്ട് കുറച്ചൊക്കെ, ലക്നൗ വരെ എക്സ്പ്രസ് ഹൈവേ ഇല്ലെങ്കിലും ലക്നൗ സിറ്റി വരെ ഒന്നും എക്സ്പ്രസ് ഹൈവേ ഇല്ല, എന്നാലും കുറച്ചധികം ദൂരം എത്താൻ കഴിയും. ഇവിടെ നിങ്ങൾ റോഡിൽ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ നല്ല ഗ്രാമങ്ങളാണ്, നല്ല പാടങ്ങളും മരങ്ങളൊക്കെ ഉള്ള ചെറിയ ഗ്രാമങ്ങൾ. അവിടെ പാടത്തൊക്കെ കർഷകരെ കാണാൻ കഴിയും, ട്രാക്ടറിൽ പുല്ലൊക്കെ കൊണ്ടുകൊണ്ട്. നല്ല വെയിലുണ്ട് ഇവിടട്ടെ. ലക്നൗവിലെത്തിയിട്ട് വേണം, ബൈക്ക് ചെറിയൊരു പണിയുണ്ട്. ബൈക്കിൻ്റെ ഫ്രണ്ടിലും ബാക്കിലും ബ്രേക്ക് പാഡ് മാറ്റണം. ഇന്നിപ്പോൾ അവിടെ ഷോറൂം ഉണ്ടാവുമോ എന്നുള്ള കാര്യത്തിൽ ചെറിയ സംശയമുണ്ട്. കാരണം നിരോധനാജ്ഞ ആയതുകൊണ്ട് കടകളൊക്കെ, ഞാൻ വരുന്ന ഭാഗത്ത് കുറേ കടകളൊക്കെ അടപ്പിക്കുന്നുണ്ട്. വൈകുന്നേരം തുറക്കാന്നുണ്ടെങ്കിൽ രക്ഷപ്പെട്ട്. എറണാകുളത്തേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ ഹോണ്ടൻ്റെ ഷോറൂമുകൾ കിട്ടാൻ സാധ്യത കുറവാണ്. ഭാഗത്ത് ഇങ്ങനെ ഒരു ഫുഡ് കോർട്ട് ഉണ്ട്, കുറേ ഐസ്ക്രീം, ബാക്കി കുറേ ജ്യൂസ്, അങ്ങനെ കുറേ ഭക്ഷണശാല ഒരു ഏരിയയാണ് ഫുഡ് കോർട്ട്. അപ്പോൾ ആരെ റേറ്റാണ് എക്സ്പ്രസ് ഹൈവേ പോലെ തന്നെ നല്ല റേറ്റ് ഉണ്ട് സാധനങ്ങൾക്കൊക്കെ. ഇത് കണ്ടില്ലേ, ഈ കോഫി 59 സ്റ്റാർട്ടിങ്. അതുപോലെ സ്റ്റാർട്ടിങ് എല്ലാത്തിനും 89-90 റേറ്റ്. ഞാനൊരു വെജിറ്റബിൾ ന്യൂഡിൽസ് കഴിച്ചതിന് 100 രൂപ. പക്ഷേ അത് വളരെ ചെറിയ ക്വാണ്ടിറ്റി, മാഗിയുടെ അത്രയും കൂടി ഇല്ല, ഒരു 10 രൂപേൻ്റെ മാഗിൻ്റെ അത്രയും കൂടി അതിൽ ക്വാണ്ടിറ്റി ഇല്ല. 100 രൂപ കൊടുത്ത്. എല്ലാത്തിനും നല്ല റേറ്റ് ഉണ്ട്. ഓംലെറ്റൊക്കെ റേറ്റ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ 80 രൂപയിലാണ്. അപ്പോൾ നടക്കില്ല. പക്ഷെ ഇവിടെ വേറെ ഹോട്ടലൊന്നും ഇല്ലാത്തതുകൊണ്ട് വേറെ നിർവാഹമില്ല, ഇവിടെ തന്നെ കയറേ ഉള്ളൂ. കാരണം ഇവിടെ നിന്ന് നല്ലൊരു ഹോട്ടൽ കിട്ടണമെങ്കിൽ 100 കിലോമീറ്റർ കൂടി സഞ്ചരിക്കണം. ലക്നൗ നഗരത്തിൻ്റെ അധികം തിരക്കില്ലാത്തൊരു ഭാഗമാണ് ഈ കാണുന്നത്. ഇവിടെ പോകുമ്പോൾ പ്രധാന പ്രശ്നം എന്ന് പറയാം, UP കടന്നതിന് ശേഷം തുടങ്ങിയാണ് മെയിനായിട്ട്
മുന്നിൽ പോണ വണ്ടിക്കാരി ആ വണ്ടിയിലിരിക്കുന്ന യാത്രക്കാരായിക്കോട്ടെ ഡ്രൈവർ ആയിക്കോട്ടെ അവരൊക്കെ എപ്പോഴാണ് റോഡൊക്കെ തുപ്പാന്ന് പറയാൻ പറ്റില്ല. നോക്കുന്നില്ല, പിറകിലാരെ വരുന്നുണ്ടെന്ന് നോക്കുന്നില്ല, അങ്ങോട്ട് തുപ്പും. മൂർക്കാൻ നിന്നിട്ടൊക്കെയാണ് തുപ്പണത്. ഞാൻ റോങ് സൈഡാണല്ലോ. അങ്ങനെ ഞാൻ തന്നെ തപ്പി കണ്ടുപിടിച്ച് മുമ്പ് സർവീസ് ചെയ്ത ഷോറൂം. നല്ല സർവീസ് ആയിരുന്നു, സ്റ്റാഫിൻ്റെ ബിഹേവിയർ അടിപൊളിയായിരുന്നു. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് താഴെ അതുവഴിയാണ് വഹിക്കുന്നു അടവാ, താഴെ ഇതുവഴിയാണ് ഷോറൂമിൻ്റെ സർവീസിലേക്ക് പോകേണ്ടത്. ഇന്ന് അയോധ്യ വിധി പ്രമാണിച്ച് അവധിയാണ്. കഷ്ടപ്പാടായി. നാളെ ഞായറാഴ്ചയാണ്. നാളെ രാവിലെ ഇവിടെ നിന്ന് വിടണം. ഇന്നലെ രാത്രിക്ക് മുമ്പെങ്കിലും ഗോരഖ്പൂരും കടന്ന് നേപ്പാളത്തിലെത്തുള്ളൂ. നാളെ ഷോറൂം തുറക്കണ വരെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 10 മണിയിലാവില്ല മിനിമം. ശരിയാക്കി വരുമ്പോഴത്തേന് 11 മണിയാവും. എല്ലാം കൂടി എന്തായാലും 10 മണി എന്തായാലും നടക്കില്ല. വേറെ എവിടെയുണ്ടോ നോക്കട്ടെ. നല്ല ഷോറൂം കേട്ടോ, നല്ല സർവീസാണ്. കഴിഞ്ഞ വർഷം വന്നപ്പോൾ തന്നെ നല്ല സ്വീകരണവും നല്ല സൽക്കാരും നല്ല ബെസ്റ്റ് സർവീസ്, നല്ല സ്റ്റാഫുകൾ. അതുകൊണ്ട് തന്നെയാണ് വീണ്ടും ഇങ്ങനെ തന്നെ വന്നത്. ബ്രേക്ക് പാഡ് മാറ്റാനായിക്കോ. ഇനി എനിക്ക് കിട്ടേണ്ടത് ഇന്ന് താമസിക്കാനുള്ള സ്ഥലമാണ്. കഴിഞ്ഞ പ്രാവശ്യം താമസിക്കാൻ വന്ന സിറ്റിയുടെ ഒരു ഭാഗത്ത് മലയാളീസ് എല്ലാവരും പാലക്കാട് തമിഴ് സംസാരിക്കാം. ഒരു പ്രായമായ ഒരു സ്ത്രീയും എൻ്റെ ഭർത്താവും കൂടി ഒരു തട്ടുകട എടുത്തിട്ടുണ്ട്. നല്ല ദോശ, ചമ്മന്തി, ഇഡ്ഡലിയൊക്കെ കിട്ടിയിട്ടുണ്ട്. ആ സ്ഥലം കൂടി കിട്ടിയാൽ രക്ഷപ്പെട്ടു. അതിനിപ്പോൾ എന്താ ചെയ്യുക? ഹോട്ടലിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല. ഇതൊക്കെ ശരിക്കും എഴുതി വെക്കണമായിരുന്നു. ഉത്തർപ്രദേശിൻ്റെ ക്യാപിറ്റൽ സിറ്റിയായ ലക്നൌവിൽ നിന്നുള്ള കാഴ്ചകളാണ്. എനിക്കൊരു ഷോറൂം കിട്ടില്ല. ബ്രേക്ക് പാഡ് വാങ്ങി സർവീസ് വേണമെന്നില്ല, സ്പെയർ കിട്ടിയാലും മതിയായിരുന്നു. തപ്പും എനിക്ക് ഇഷ്ടപ്പെടുന്നില്ലേ. ഇന്നലെ ഇവിടെ എത്തണമെങ്കിൽ പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാവില്ല. കാരണം ഇന്നും നേപ്പാളിലേക്കുള്ള റോഡുള്ള അടച്ചുണ്ട്. ലക്നൌവിലെ റൂമി ഗേറ്റാണ് ഈ കാണുന്നത്. എന്തായാലും ഇന്നത്തെ യാത്രയുടെ വിശേഷങ്ങളും അനുഭവങ്ങളും ഇവിടെ ലക്നൌവിൽ എത്തിച്ചേർന്ന് അവസാനിപ്പിക്കാൻ പോവുകയാണ്. ഒരു മുറി കിട്ടിയാൽ ഞാനിവിടെ സ്റ്റേ ആവും. ഇന്നത്തെ യാത്രകളോട് അവസാനിക്കുന്നു. ബാക്കി പുതുമയുള്ള വിശേഷങ്ങളുമായി അടുത്ത വ്ളോഗിൽ കാണുന്നത് വരെ ഏവർക്കും ഗുഡ് ബൈ.